ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി മുരുവിറച്ചി കറിയുടേതാണ്. ഇവിടെ കൊച്ചിയിൽ ഇതിനെ മുരിങ്ങിറച്ചി എന്നാണ് പറയുന്നത്. കൂടുതൽ ആളുകളും മുരുവിറച്ചി റോസ്റ്റാണ് ചെയ്യണത്. എന്നാൽ ഇന്ന് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മുരുവിറച്ചി അത്യാവശ്യം ഗ്രേവിയോട് കൂടി കറിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. മുരുവിറച്ചി കറി റെഡിയാക്കാൻ ഞാൻ ഇവിടെ 1/2 കിലോ മുരുവിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയ വൃത്തിയാക്കിയ മുരുവിറച്ചിയിലേക്ക് 1 സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിന് പകരം ചേനയോ കടച്ചക്കയോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണ്ട, അത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുരുവിറച്ചി മാത്രമായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ വേണം. ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു തക്കോലം, 1 കഷ്ണം പട്ട, 4 ഏലക്ക, 4 കരയാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായി വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോഴേക്കും റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇത് വറക്കണം. തേങ്ങ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഹൈ ഫ്ലെയിമിലാക്കരുത്. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തേങ്ങ വറക്കുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കുറച്ച് കൂടുതൽ ഒഴിക്കണം. ഇവിടെ തേങ്ങ അരച്ചെടുക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇവിടെ തേങ്ങ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വറുത്താൽ മാത്രമേ നമുക്കിത് നന്നായി അരഞ്ഞു കിട്ടുള്ളൂ. അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ആവശ്യത്തിന് എണ്ണ ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടുള്ളൂ, അരഞ്ഞു കിട്ടൂല. അതുകൊണ്ട് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഇപ്പോൾ നന്നായി വറുത്ത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം, എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ പാത്രത്തിൽ തന്നെ വെച്ച് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങയുടെ മിക്സിങ് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സർ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമ്മുടെ മുരുവിറച്ചി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് കൂടുതലധികം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പോ മറ്റോ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സവാള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി വഴന്നു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സമം എടുത്തിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അതും കൂടി ഇട്ട് ചെറുതായി ഒന്ന് വഴന്നു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. തക്കാളി വഴന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് എരിവ് മറ്റോ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരുയിറച്ചിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് തിളച്ച് ചെറുതായൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കറി ഇവിടെ നന്നായി തിളച്ച് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 2 പച്ചമുളക് നെടുകിനെ കീറിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ രീതിയിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും, പ്രത്യേക ഒരു ടേസ്റ്റും കൂടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. പച്ചമുളക് ഇട്ട ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കൂടുതൽ സമയം ഇട്ട് തിളപ്പിക്കരുത്. ഈ കറി റെഡിയാക്കി ഉടനെ കഴിക്കുന്നതിലും നല്ലത് കുറച്ച് സമയം കഴിഞ്ഞ് കറി നന്നായി തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും. കാര്യം ഇരിക്കുന്തോറും കറിയുടെ ടേസ്റ്റ് കൂടുള്ളൂ. രാവിലെ ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.